സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ പെൺകുട്ടികൾ സഹോദരിമാരാവാം, അമ്മമാരാകാം, പെൺമക്കളാവാം, ഇവർ അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, കൂടുതൽ ആൾക്കാരും അതിൻ്റെ ഭവിഷ്യത്ത് അറിയാത്തത് കൊണ്ട് ചെയ്യുന്ന ഒരു വലിയൊരു ദോഷം, അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയൊരു ദോഷമാണ് അരക്ക് താഴെ സ്വർണ്ണാഭരണം അണിയുന്നു എന്നുള്ളത്. അതെന്തേ അരക്ക് താഴെ സ്വർണ്ണാഭരണം അണിയാൻ പാടില്ലേ എന്നൊരു സംശയം വരും. പാടില്ല. അപ്പോൾ സ്വർണ്ണാഭരണം പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോയിലും അതുപോലെ സിനിമയിലൊക്കെ നമ്മൾ ദേവിമാർ, സരസ്വതിയും മഹാലക്ഷ്മിയും ഒക്കെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കാലിനൊക്കെ സ്വർണത്തിൻ്റെ പോലീസൊക്കെ ഇട്ടിട്ടെല്ലാം കാണുന്നുണ്ടല്ലോ. സ്വാഭാവികമായ സംശയമാണ്, ശരിയാണ്. എന്തെന്നാൽ ഈ ദേവീ രൂപങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ കേരളത്തിലെ കിളിമാനൂർ കൊട്ടാരത്തിലെ രാജാ രവിവർമ്മ എന്ന് പറയുന്ന ഒരു രാജകുമാരനുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരനായിരുന്നു അദ്ദേഹം. ഈ കേരളം വിട്ട് ബോംബെയിലായിരുന്നു പിന്നീട് കുറേ കാലം ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ദേവിമാരുടെയൊക്കെ ചിത്രം തൻ്റെ ഭാവനയിൽ അദ്ദേഹം ആദ്യമായിട്ട് വരയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ വരയെ ആസ്പദമാക്കിയിട്ടാണ് പിന്നീട് എല്ലാ കലണ്ടറുകളും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം കേരളീയക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ദേവിമാർക്കൊക്കെ തന്നെ കേരളീയമായ വസ്ത്രം ധരിപ്പിച്ചിട്ടാണ് എല്ലാ ദേവിമാരിലും, മഹാലക്ഷ്മി ആവട്ടെ, സരസ്വതി ആവട്ടെ, പാർവതി ആവട്ടെ, ഇനി ആദിപരാശക്തി ആവട്ടെ, ഇവരൊക്കെ എന്താ സാരി ഉടുത്തിട്ടുള്ള ദേവിമാരാണ്. സാരി കേരളത്തിൻ്റെ ദേശീയ വസ്ത്ര, മനസ്സിലായില്ലേ? ചുരിദാർ ഇട്ടിട്ടല്ലല്ലോ എല്ലാ ദേവിമാരും ഉള്ളത്. ഇത് രവിവർമ്മയുടെ ഭാവനയിൽ വന്ന ചിത്രമാണ് എന്നർത്ഥം. അപ്പോൾ ഈ ദേവീഭാവം ആ ഒരു ഇതിലാണ് അദ്ദേഹത്തിൻ്റെതായ ഭാവനയിലും ആ ദേവി എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരീയമാണ്. ആ ഈശ്വരീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ള സങ്കല്പമാണ് ശരീരം ആസകലം സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് വരച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ താത്വികമായിട്ട് മറ്റൊരു ചിന്താഗതി കൂടിയുണ്ട്. എന്താണ്? ഇവിടെ ഈ ദേവിയുടെ ശരീരവും മനുഷ്യ ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദേവശരീരത്തിനെ പൂർണ്ണമായിട്ടും സ്വർഗീയമായിട്ടാണ്, മോക്ഷസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്കൊരു ആത്മനിർവൃതി നമുക്ക് കാണുന്നു. എന്നാൽ മനുഷ്യ ശരീരത്തിന് 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചാണ് ഈ 3 ഭാഗമായി തിരിച്ചിട്ടുള്ളത്. എന്താണ്? ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചിൻ്റെ മേൽഭാഗം. ഈ ഭാഗത്തിനെ സ്വർഗം എന്നാണ് പറയുന്നത്. ഈ നെഞ്ചിൻ്റെ മേൽഭാഗത്തിന് സ്വർഗീയമായിട്ട് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വർഗീയമായി കണക്കാക്കുന്നത്? കൃത്യമായിട്ട് ഓർമ്മയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മൾ ഈശ്വരീയമായ ധ്യാനം നടത്തുന്ന സമയത്തും ആത്മീയമായ ആനന്ദമുണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനം കൊണ്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലാണ്, ആ ഹൃദയപത്മത്തിലാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തൊഴുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിൽ ആ ഭഗവാനെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ആനന്ദം നമ്മുടെ ഈ തലച്ചോറിലെത്തി ഈ മാനസികമായിട്ട് നമുക്ക് തലയിലൂടെയാണ് എല്ലാം നമുക്ക് അനുഭവിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ നെഞ്ചിൻ്റെ അവിടെ നിന്ന് മേൽപോട്ടുള്ളത് സ്വർഗമായിട്ടും നെഞ്ചിനും അരക്കെട്ടിനും ഇടയിലുള്ള സ്ഥലം ഭൂമിയായിട്ടും അവിടെ നിന്ന് അങ്ങോട്ട് പാതാളമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് എവിടെയാ? ഭൂമിയിലാണ്. ഈ നിലനിൽപ്പിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ വയറ്റിൽ നിന്നാണ് ദഹിപ്പിച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മളെ നിലനിർത്തുന്നത് ഭൂമിയായിട്ടുള്ളതിനെ വയറ് ചിത്രീകരിക്കുന്നു. അത് പുറന്തള്ളപ്പെടുന്നത് മുതൽ കാലിൻ്റെ അറ്റം വരെയുള്ള ഭാഗങ്ങൾ എന്തായി? ഈ പാതാളമായി കണക്കാക്കുന്നു. അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിന് 3 ഭാഗമായി കണക്കാക്കുന്നു. അത് കണക്കാക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ശാസ്ത്രീയമായ കാര്യങ്ങൾ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ നമ്മുടെ സയൻറ്റിസ്റ്റുകളായ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ ഈ മനുഷ്യ ശരീരത്തിന് ഇങ്ങനെ കണക്കാക്കുന്നതിന് വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അരക്കെട്ടിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, ഈ അരക്കെട്ടിൻ്റെ മേൽഭാഗത്തിന് സൂര്യാംശം എന്നാണ് പറയുന്നത്. സൂര്യൻ്റെ പ്രത്യേകത എന്നാ? ചൂടാണ്. ഈ ശരീരത്തിൻ്റെ ഈ അരക്കെട്ടിൻ്റെ മേൽഭാഗമാണ് നമുക്ക് പെട്ടെന്ന് വേർക്കുക. നമുക്ക് ശരീരം ചൂട് പിടിക്കുന്നുണ്ടെങ്കിലും ഈ അരക്കെട്ടിൻ്റെ മേൽഭാഗത്താണ് നമുക്കത് അനുഭവപ്പെടുന്നത്. ഈ അരക്കെട്ടിൻ്റെ മേൽഭാഗം എന്ന് വെച്ചാൽ ഈ ഭാഗം എപ്പോഴും ചൂടായിരിക്കണം.
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കുന്നത് ഈ വയറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ ദഹനത്തിൻ്റെതായ ഒരു ചൂട് വേണം. അത് നമ്മൾ തണുക്കല്ല വേണ്ടത്. നമ്മളെ ഭക്ഷണം വളരെ ഭംഗിയായി അത് ദഹിപ്പിച്ച് എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ അവിടെ ആ ദഹനത്തിൻ്റെതായ ഒരു ചൂട് അവിടെ നിലനിൽക്കണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ അരക്കെട്ടിൻ്റെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ ഒരു ഇതാണ്. അത് സൂര്യൻ്റെ അംശമാണെന്ന് പറയുന്നത്. എന്നാൽ ഈ അരക്കെട്ടിൻ്റെ താഴെ ഭാഗത്തിന് നമ്മൾ എന്താ പറയുന്നത് അറിയാം? ചന്ദ്രാംശം എന്നാണ്. എന്നുവെച്ചാൽ തണുപ്പുള്ള സ്ഥലം. അവിടെ തണുപ്പാണ് വേണ്ടത്. അവിടെ ചൂടുണ്ടാവില്ല. അവിടെ ചൂടുണ്ടാകുമ്പോൾ ഈ വാദം മറ്റുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ചുടുവാദം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അവിടെ തണുപ്പിൻ്റെ ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ ചൂടായി നിൽക്കുന്ന ആ ശരീരത്തിനെ തണുപ്പിക്കുന്ന ഒരു വസ്തു ഇവിടെ വെക്കരുത്. ആ ചൂടിൻ്റെതായ ലെവലിലെ സാധനം തന്നെ നിൽക്കണം. അരക്കെട്ടിൻ്റെ താഴ്ഭാഗം തണുപ്പാണ്. അവിടെ തണുപ്പിൻ്റെതായ വസ്തുക്കളേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോഴെന്താണ്? സൂര്യൻ്റെ അംശമായിട്ടുള്ള സ്വർണം അരക്കെട്ടിന് മുകളിൽ ധരിക്കുന്നു. അത് സൂര്യാംശമാണ്. ഏത് ആഭരണമായാലും അത് നമ്മൾ അരക്കെട്ടിന് മുകളിൽ ധരിക്കണം. കാരണം ആ സൂര്യൻ ആ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ശരീരത്തിൻ്റെ ആ ഊഷ്മാവ് നിലനിർത്താൻ, ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത്. ഇവിടെ ദഹനപ്രക്രിയ നടക്കണം. മാല, നമ്മൾ വലിയ മാലയൊക്കെ ധരിക്കാറുണ്ട്. ഹൃദയത്തിൻ്റെ ആ ചൂട് പ്രവർത്തനം, ആ ചൂട് അവിടെ നല്ലപോലെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അരക്കെട്ടിൻ്റെ താഴെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം എല്ലാം നടക്കുന്നത്. എല്ലാ പ്രവർത്തനവും നടക്കുന്നത് ഈ അരക്കെട്ടിൻ്റെ മുകളിലാണ്. ഇവിടെ ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സ്ത്രീകൾ താലി അടക്കം, സ്വർണത്തിൻ്റെ താലി ഈ നെഞ്ചിനോട് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ അവിടെ ആ പ്രവർത്തനം ചൂട് നിലനിർത്തണം, നല്ല രീതിയിലെ പ്രവർത്തനം നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. അവിടെ കൊണ്ടുപോയിട്ട് വെള്ളി ആഭരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂടിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. ഈ പ്രവർത്തനത്തിനെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളി ആഭരണം ധരിക്കരുത്. ദഹനപ്രക്രിയയെ ബാധിക്കും. നമ്മൾ വെള്ളിയുടെ ഈ ആഭരണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ വയറിന് മുട്ടുന്ന വിധത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ദഹനപ്രക്രിയയെ ബാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രക്രിയയും ബാധിക്കും. ഈ ആഭരണത്തിനും അതിൻ്റെതായ സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴെന്ത് വേണം? ഈ അരക്കെട്ടിൻ്റെ മുകൾ ഭാഗം ഒരിക്കലും വെള്ളി ആഭരണം ധരിക്കരുത്. ഇനി അരക്കെട്ടിൻ്റെ താഴ്ഭാഗം എന്താണ്? തണുപ്പ് നിലനിൽക്കേണ്ടതാണ്. ഈ വെള്ളി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ അംശ. ഈ ചന്ദ്രൻ്റെ അംശമാണ് വെള്ളി. അപ്പോൾ ഈ വെള്ളി ആഭരണത്തിന് പകരം അവിടെ സ്വർണ്ണാഭരണം നമ്മൾ ധരിച്ചെന്നിരിക്കട്ടെ. ആ അവസരത്തിൽ ഇവിടെ തണുപ്പ് വേണ്ട കാൽപാദങ്ങൾക്കും അതുപോലെ തന്നെ അരക്കെട്ടും മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ തണുപ്പാണ് വേണ്ടത്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത്തരത്തിൽ ചൂടിൻ്റെ പ്രതീകമായ വസ്തു വെച്ച് കഴിഞ്ഞാൽ ആ തണുപ്പ് നേരെ നെഗറ്റീവായിട്ട് വരും. അവിടെ ചൂടിൻ്റെ ആ തണുപ്പിനെ നശിപ്പിക്കും. ഈ തണുപ്പിനെ നശിപ്പിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യുന്നറിയാം? അവിടെ അതിഭീമാകാരമായ പല ശാരീരികമായ പ്രയാസങ്ങൾ നമുക്ക് വരും. പല പ്രയാസങ്ങളും വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ കാലിൻ്റെ പുറകിലുള്ള കുതിഞ്ഞിരമ്പ് എന്ന് പറയുന്നത് നാഗമർമ്മാണ്. അവിടെ എപ്പോഴും തന്നെ തണുപ്പേ പാടുള്ളൂ. കുളിക്കുന്ന അവസരത്തിൽ പോലും ആചാര്യന്മാർ പറഞ്ഞാൽ അവിടെ നല്ലപോലെ ഉരച്ച് കഴുകണം. കാരണം വെച്ചാൽ അവിടെ തണുപ്പ് നിലനിൽക്കേണ്ടതാണ്. അവിടെയാണ് എപ്പോഴും നമ്മൾ വരേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള മർമ്മസ്ഥാനങ്ങളിൽ ആ തണുപ്പ് കാലിൻ്റെ ഈ അരക്കെട്ടിന് താഴെയുള്ള മർമ്മസ്ഥാനങ്ങളിലൊക്കെ തന്നെ വെള്ളി ആഭരണം ധരിക്കുകയാണെങ്കിൽ ആ തണുപ്പ് അതേപടി നിലനിൽക്കും. അതിന് സംരക്ഷണമേകും. ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ രക്തത്തിൻ്റെ മറ്റേതിൻ്റെ അളവ് കാരണം അതിന് തണുപ്പ് കുറയുകയാണെങ്കിൽ ഇത് അതിന് അതിന് പരിഹാരമായിട്ട് അവിടെ ഉണ്ടാകും എന്നർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ കൊലുസായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെള്ളിയുടെ സാധനം വേണം നമ്മൾ പാദസരമായിട്ടും കൊലുസായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ. മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ നെഗറ്റീവായി. ഇവിടെ ചൂടുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോഷമുണ്ടാകും എന്നർത്ഥം. ഇതിൻ്റെ പരിണത ഫലം എന്താണെന്നറിയോ? ഇതിൻ്റെ പരിണത ഫലം എന്ന് വെച്ചാൽ ഈ സ്വർണ്ണാഭരണം നമുക്ക് കാലിൽ ധരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് നടുവേദന വരാൻ സാധ്യതയുണ്ട്. ഹിസ്റ്റീരിയ പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തിനേറെ പറയുന്നു, ചിന്തിക്കാനുള്ള കഴിവ് പോലും അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതോടുകൂടി ചില ആൾക്കാർ ആത്മഹത്യയിലേക്ക് വരെ പോകും. കാരണം വെച്ചാൽ നല്ലത് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തമായ തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ സ്വർണ്ണാഭരണം സ്ഥിരമായിട്ട് നാഗമർമ്മസ്ഥാനത്ത് ഇങ്ങനെ ഉരസി കിടക്കുകയാണെങ്കിൽ അത് ദോഷം ചെയ്യും. അപ്പോൾ എന്ത് വേണം? ഒരു കാരണവശാലും ഈ സ്ഥലത്ത് നമ്മൾ സ്വർണം ധരിക്കരുത്, അരക്ക് താഴെ എന്നർത്ഥം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് പറഞ്ഞ പോലെ തന്നെ മറ്റും ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരീരത്തിൻ്റെ മുകൾ ഭാഗം സൂര്യാംശമാണെന്ന് പറഞ്ഞു, താഴെ ചന്ദ്രാംശമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വർണം സൂര്യാംശമാണെന്നും വെള്ളി ചന്ദ്രാംശമാണെന്നും പറഞ്ഞു. ഇത് കൂടാതെ നമ്മുടെ ഈ അരക്കെട്ടിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ദേവാംശമായിട്ടാണ് കണക്കാക്കുന്നത്.
ദേവന്റെ ശരീരം എന്ന് പറയുന്നത് മുഴുവൻ ദേവാംശമാണ്. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിൽ അരക്കെട്ടിൻ്റെ മുകൾ ഭാഗമാണ് ദേവാംശമെന്നും താഴെയുള്ളത് അസുരാംശമാണെന്നും പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് അരക്കെട്ടിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ഈ ശരീരത്തിന് പൂർണ്ണമായും നിലനിർത്തുന്ന എല്ലാ ഘടകങ്ങളും ഉള്ളത്. ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നിലനിർത്തുന്നത് ഈ അരക്കെട്ടിൻ്റെ മുകൾ ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ ദേവാംശം എന്ന് പറയുന്നത്. അരക്കെട്ടിൻ്റെ താഴ്ഭാഗത്താണ് മലമൂത്ര വിസർജനവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അതുപോലെ തന്നെ അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ മലമൂത്ര വിസർജനത്തിനാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിനെ മലവും മൂത്രവും വിസർജ്യ വസ്തുവായിട്ടുള്ള കണക്കാണ്. അതുകൊണ്ടാണ് അതിനെ അസുരാംശം എന്ന് പറയുന്നത്. ഈ സ്വർണം എന്ന് പറയുന്നത് തേജസ്സിൻ്റെ പ്രതീകമാണ്. ഈ തേജസ് നാലാൾക്കാർ കാണേണ്ടതാണ്. അത് ആ ശരീരത്തിനും തേജസ് ഉണ്ടാകണം. ശരീരത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മുഖമാണ്, അതുപോലെ വിരിഞ്ഞ മാറിടമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണം നമ്മൾ ധരിക്കേണ്ടത്. എന്നാൽ താഴെ ഭാഗം അസുരാംശമാണ്. അവിടെ എപ്പോഴും ആ ആസുരികമായിട്ടുള്ള ആ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ തണുപ്പാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ആ വെള്ളി ആഭരണം ധരിക്കണം എന്ന് പറയാനും കാരണം. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ വെള്ളിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. സ്വർണ്ണാഭരണം ധരിക്കുന്ന ആൾക്കാരിൽ രക്തസംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടാകാം. സ്വർണ്ണാഭരണം ധരിക്കുന്ന ആൾക്കാരോട് അപ്പോൾ ചില ഈ ആയുർവേദ ആചാര്യന്മാർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് സ്വർണം ധരിക്കാതിരിക്കുക എന്ന് പറയും. കാരണം ആ ശരീരത്തിൽ അതുണ്ടെങ്കിൽ നമുക്ക് നാഡി സംബന്ധമായിട്ടും രക്തസംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടാകും. സ്വർണ്ണാഭരണം ധരിക്കുന്ന ആൾക്കാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് തടയാൻ വേണ്ടിയിട്ട് എന്താണ്? അതിന് തടയാൻ വേണ്ടി നമ്മൾ വെള്ളി ആഭരണം, നമ്മളിപ്പോൾ കാലിലൂടെയാണ് ഭൂമിയിൽ നിന്നുള്ള ഈ കാന്തിക ശക്തിയെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത്. അപ്പോൾ അവിടെ ആ കാന്തിക ശക്തിക്ക് ബലം നൽകുന്നത് ഏറ്റവും കൂടുതൽ വെള്ളിയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളി ആഭരണം കാലിൽ ധരിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാകില്ല? ഈ പറയുന്ന നാഡി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെയും അതുപോലെ തന്നെ രക്തസംബന്ധമായിട്ടുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ തടയാനും ഈ വെള്ളി ആഭരണങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. അതിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന വെള്ളി ആഭരണം കാലിൽ ധരിക്കുന്നുണ്ടെങ്കിലും എന്നാൽ രാജ കുടുംബത്തിലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും അവർ ആ കാലഘട്ടങ്ങളിൽ വെള്ളി ആഭരണങ്ങൾ കാലിൽ അണിഞ്ഞിരുന്നു. അതിന് വ്യക്തമായിട്ട് പണ്ടത്തെ മർമ്മ ചികിത്സ വിശാരദന്മാർ പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? ഈ വെള്ളി ആഭരണങ്ങൾ കാരണം നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ നാഡീവ്യൂഹങ്ങളെല്ലാം കടന്നു പോകുന്നത് നമ്മുടെ കാലിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ശരീരത്തിന് മൊത്തമായി നിലനിർത്തുന്നത് നമ്മുടെ കാലുകളാണ്, ഉറപ്പാണ്. ആ കാലിൻ്റെ മുകളിൽ നമ്മുടെ ശരീരത്തിന് മൊത്തം ബലവും ഉള്ളത്. അപ്പോൾ ഈ കാലിൽ നിർബന്ധമായിട്ടും വെള്ളി ആഭരണം ധരിക്കുന്നിരിക്കട്ടെ, വെള്ളി ആഭരണം ധരിക്കുമ്പോൾ അവരുടെ യൗവനം നിലനിൽക്കുമെന്നാണ് പറയുന്നത്. സ്വർണ്ണാഭരണം നമ്മളെ വാർദ്ധക്യത്തിലേക്ക്, നമ്മുടെ ശരീരത്തിനെ വാർദ്ധക്യത്തിൽ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുമ്പോൾ ഇത് നമ്മൾ ആരോഗ്യത്തെ പോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ യൗവനം നിലനിർത്തുന്നു. കായികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിലുള്ള ഫലം നമ്മുടെ കാലുകൾക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് മർമ്മ ചികിത്സാ വിശാരദന്മാർ കണ്ടെത്തിയിട്ട് അവർ പണ്ട് കാലങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? വെള്ളി ആഭരണം വേണോ സ്വർണ്ണാഭരണം വേണോ എന്ന് ചിന്തിക്കുക. സ്വർണ്ണാഭരണമാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ നരക്ക് താഴെ നമ്മൾ സ്വർണ്ണാഭരണം ധരിക്കുകയേ ചെയ്യരുത്. ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, ശാരീരികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ വെള്ളി ആഭരണത്തിന് പകരം സ്വർണ്ണാഭരണമാണ് നമ്മൾ അരക്ക് മുകളിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. സ്വർണ്ണാഭരണം നമ്മൾ അരക്ക് മുകളിൽ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ശരീരം ചൂടാണ്, അരക്ക് മുകളിലുള്ള ഭാഗമാണ് ചൂടുള്ളത്, സൂര്യാംശമാണ്. ആ സൂര്യാംശമായിട്ടുള്ള ശരീരത്തിനോട് ചേർന്ന് കിടക്കേണ്ടത് സൂര്യാംശം തന്നെയാണ്. അഗ്നിയിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? അഗ്നി അണഞ്ഞു പോകും. ഒരു വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അഗ്നി ഇട്ടാലോ ആ അഗ്നിക്ക് ദോഷം ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അരക്കെട്ടിന് മുകൾപോട്ടുള്ളത് അഗ്നിയുടെ ഇതാണ്. ആ അഗ്നീൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് തണുപ്പുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് അരക്ക് താഴെയോ തണുപ്പുള്ള സ്ഥലമാണ്. ആ തണുപ്പ് കൊണ്ടുപോയി ചൂടിട്ടിട്ട് കഴിഞ്ഞാലോ അതും ദോഷമാണ്. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ശാസ്ത്രീയ വശം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആഭരണം ധരിക്കാൻ. ഓരോ ആഭരണത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഇതുപോലെ തന്നെയാണ് കാലിൻ്റെ വിരലിൻ്റെ അകത്ത് മിഞ്ച് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു റിങ്, മോതിരം പോലെ വിരലിനെടുത്ത്, അതും വെള്ളിയിടത് വളരെയേറെ ഗുണമാണ്. അതിലൂടെ പോകുന്ന ഓരോ ഞരമ്പുകൾക്കും അത് വളരെയേറെ ഗുണം ചെയ്യുന്നു. വെള്ളി അല്ലെങ്കിൽ ചെമ്പും ധരിക്കാം.
അത് ധരിക്കുന്ന അവസരത്തിൽ ചെമ്പ് ധരിച്ചാൽ കുറച്ചും കൂടി ഗുണം നമുക്ക് കൂടുതൽ കിട്ടും. അത് ധരിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലെ നാഡി ഞരമ്പുകളെല്ലാം തന്നെ നല്ലപോലെ ഉണർന്ന് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കളായ ആൾക്കാർ ഇത്തരം ആഭരണങ്ങൾ കാലിലും ശരീരത്തിലും ഓരോ സ്ഥാനങ്ങളിലും ധരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ അവസരത്തിൽ ചില ആൾക്കാർക്ക്, ഒരു യുക്തിവാദികളായ ആൾക്കാർ ചിലപ്പോൾ നമ്മളെ വിമർശിച്ചുകൊണ്ട് ചോദിക്കും, എന്താ ചോദിക്കുന്നറിയാം, നിങ്ങൾ 18ാം പടിയിലേക്ക് പോകുന്നില്ല, ശബരിമലക്ക് പോകുന്ന സ്ഥലത്താണ് 18ാം പടിയില്ലേ, ആ 18ാം പടി സ്വർണ്ണമല്ലേ, ആ സ്വർണം ചവിട്ടിയിട്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് കയറുന്നത് എന്ന് നമ്മളോട് ചോദിക്കും ചില ആൾക്കാർ. അത് കാൽപാദത്തിന് അടിയിലാണ് വരുന്നതെങ്കിൽ പോലും ചോദിക്കും. നമ്മുടെ മർമ്മസ്ഥാനം കാലിൻ്റെ അടിയിലും മർമ്മമുണ്ട്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ 18ാം പടി ചവിട്ടുന്ന സമയത്ത് ഈ സ്വർണ്ണമുണ്ട് എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. കാരണം ദൂരെ നിന്നും 18ാം പടി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതറിയാം, എന്തെന്നില്ലാത്തൊരു ആത്മീയമായിട്ടൊരു നിർവൃതിയാണ്. വളരെ ചെറിയൊരു സമയം മാത്രമാണ് 18ാം പടി കയറാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. 1 മിനിറ്റ് എടുക്കുന്നുണ്ടെന്ന് സംശയമാണ്. 60 സെക്കൻഡിനുള്ളിൽ തന്നെ 30 സെക്കൻഡും വേണ്ട, ചിലപ്പോൾ 15 സെക്കൻഡ് കൊണ്ട് തന്നെ 18ാം പടി പോലീസുകാർ വലിച്ച് അങ്ങോട്ട് കയറ്റുക ചെയ്യുന്നത്. പക്ഷേ ഈ സ്വർണ്ണത്തിൻ്റെ പടിയും ഇപ്പോൾ സമീപകാലത്താണ് വന്നത്. ക്ഷേത്രവും സ്വർണ്ണമായത് സമീപകാലത്താണ്. 85-ന് ശേഷമാണ് ഈ സ്വർണ്ണം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവർ ചിന്തിക്കണം. അപ്പോൾ ഈ സ്വർണം തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. സ്വർണ്ണം ദൂരത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് 18ാം പടിയാണ്, ഭഗവാന്റെ പാദങ്ങളാണ് എന്നുള്ള സങ്കല്പമാണ് നമുക്കുള്ളത്. അവിടെ എത്തുമ്പോൾ നമുക്ക് ആനന്ദമായിട്ടൊരു നിർവൃതിയാണ്, ഒരു സ്വർഗത്തിലെത്തിയ പോലത്തെ ഒരു അനുഭവമാണുള്ളത്. അതൊരു ദേവസന്നിധി ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സമയം നമ്മൾ അതിൽ ചിലവഴിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല അതിൻ്റെ ആ വശങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള കർമ്മം നടത്തുന്നുണ്ട്. പടിപൂജ എന്ന് പറയുന്നൊരു കർമ്മം. ആ കർമ്മത്തിൽ ഇതിൽ നിന്നുമുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി അവിടെ പോസിറ്റീവ് എനർജിയെ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് എന്തിനാണ്? നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർ പണ്ട് കാലങ്ങളിലെ നമുക്ക് പകർന്നു തന്ന ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് എന്തെന്ന്, നമ്മുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ. ഈ ആഭരണം യഥാവിധി അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് ധരിച്ചില്ല എങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടതായി വരും. ഈ ദുഃഖമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഈ വെള്ളി ആഭരണങ്ങൾ അരക്ക് താഴെ ധരിക്കുക, സ്വർണ്ണാഭരണങ്ങൾ അരക്കിട്ടിട്ട് മുകളിൽ ധരിക്കുക. വെള്ളി ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് മാറ്റി തന്നാൽ നല്ലതായിരിക്കും. അതല്ല എങ്കിൽ നമ്മൾക്ക് നാഡി സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ രക്തസംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ഹിസ്റ്റീരിയ പോലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ, നടുവേദന ഇത്യാദി അസുഖങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരും. ഇതുകൊണ്ട് മാത്രമല്ല, ഇത് ധരിക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് നമ്മളൊക്കെ അത് ബാധിക്കുകയും അതുള്ള ആൾക്കാർക്ക് അത് കൂടുതൽ ആവുകയും ചെയ്യും. അതേ അവസരത്തിൽ അവിടെ വെള്ളി ആഭരണം ധരിക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാരമാകും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ നമ്മുടെ യൗവനം നിലനിർത്താൻ പോലും ഇത് വളരെയേറെ ഉപകരിക്കുന്നതാണ് വെള്ളി ആഭരണം എന്നും കൂടി മനസ്സിലാക്കുക. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും അയച്ചു കൊടുക്കുക. അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റാത്തതാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലൈക്കെങ്കിലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, അഭിപ്രായം എഴുതാൻ പറ്റുമെങ്കിൽ അഭിപ്രായം എഴുതുക, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല തന്നെ കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, താല്പര്യമുണ്ട് കേൾക്കാൻ എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, എന്തായി സബ്സ്ക്രൈബ് ചെയ്യുക? അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ, ഞാൻ സംസാരിക്കാൻ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അവിടെ ഒന്ന് തൊടുകയേ വേണ്ടു. ആ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക മതി. പിന്നെ ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം നിങ്ങൾക്കതൊരു മെസ്സേജായിട്ട് വരും, അതാ വന്നിട്ടുണ്ട് ഉടനെ കണ്ടോളൂ എന്ന്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.